أعوذ بالله من الشيطان الرجيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. സദഖത്തുൻ ജാരിയ, നിലനിന്നു പോകുന്ന സദഖ. സഹോദരങ്ങളെ, സദഖ ചെയ്യാൻ എത്ര മടിയാണ് നമുക്ക് ഓരോരുത്തർക്കും. എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല, മറിച്ച് സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ഒരു പിശുക്ക് അവനിൽ സദഖ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പിശാച് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിശാച് അവൻ എന്ത് ചെയ്യും? അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ശൈത്താൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. നിനക്ക് ദാരിദ്ര്യം വരും, നീ പട്ടിണിയായി പോകും, നീ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നൊക്കെ നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും അല്ലാഹുവിൻ്റെ ഔദാര്യവുമാണ്. ഇല്ല, തീർന്നു പോവുകയില്ല. ഒരു സദഖയും ഒരാളുടെ ധനത്തിൽ നിന്നും കുറച്ചിട്ടില്ല. മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സദഖ എങ്ങനെയുള്ള സദഖ? ജാരിയായ സദഖ, അതായത് നിലനിൽക്കുന്നതായ സദഖ. ഒരു മരം അവൻ നട്ടു, ഒരു മരം വെക്കാൻ വേണ്ടി അവൻ ചെലവഴിച്ചു. അങ്ങനെ അവൻ്റെ മരണശേഷവും മരം അവിടെ തന്നെയുണ്ട്, അത് ആളുകൾക്ക് തണൽ നൽകുന്നു. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് അതിൻ്റെതായ ഉപകാരങ്ങൾ നൽകുന്നു, ഫലഭൂയിഷ്ടമായ കാര്യങ്ങൾ അവർ നൽകുന്നു. അങ്ങനെയുള്ള മരം ഒരുത്തൻ വെച്ചു പിടിപ്പിച്ചു. അവൻ അറിയുന്നില്ല, അവൻ്റെ ഖബറിലാണവൻ. ആളുകൾ വെച്ചുപോയ മരങ്ങൾ ഇവിടെയുണ്ട്, അതിൻ്റെ ആളുകൾ ഖബറിനടിയിലാണ്. മുഅ്മിനീങ്ങൾക്ക് അവർ വെച്ച ആ മരത്തിന്റെ ഫലങ്ങൾ ആരൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ, ഏതൊക്കെ തരത്തിൽ ആളുകൾ ഉപകാരമെടുക്കുന്നുണ്ടോ, ഇനി അഥവാ ആ മരം കൊണ്ട് ആളുകൾ വീടുണ്ടാക്കുന്നുണ്ടോ, അതുപോലെ തന്നെ പള്ളികളിൽ മിമ്പർ ഉണ്ടാക്കുന്നുണ്ടോ, മസ്ജിദുകളിൽ വാതിലുണ്ടാക്കുന്നുണ്ടോ, പല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുകയാണ്. അവൻ അതിൻ്റെ ഓഹരി ലഭിക്കുകയാണ്. അവൻ അറിയുന്നില്ല എന്തൊക്കെയാണ് അതുകൊണ്ട് ലഭിക്കുന്നതെന്ന്. നാളെ പരലോകത്ത് ഇതിൻ്റെ കൂലികൾ കണ്ട്, ഇതിനുള്ള പ്രതിഫലങ്ങൾ കണ്ട് അവൻ അത്ഭുതപ്പെടുകയാണ്. അവൻ ചെയ്ത ജാരിയായ ഒരു സദഖയാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കാര്യം, ഉപകാരമുള്ള ഒരു കാര്യം ചെയ്തു. അവന് കിണർ കുഴിച്ചു, അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഇന്നത്തെ രൂപത്തിലുള്ള ഒരു രൂപത്തിൽ, ബോർവെല്ലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ, ഏത് രൂപത്തിലാണെങ്കിൽ അവനത് ചെയ്തു. ആളുകൾ അതിൽ നിന്നും വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ മരണപ്പെട്ടാലും അയാളുടെ കണക്കിൽ ഓരോ കുടിവെള്ളവും അയാളുടെ കണക്കിൽ എഴുതപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. അയാൾ അറിയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് കുഴിക്കപ്പെട്ട കിണറുകളിൽ നിന്ന് ഇന്നും ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ കൂലികൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പണിയപ്പെടുന്ന ഒരു മസ്ജിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പണിയപ്പെട്ട ഒരു മസ്ജിദ്, അതിൻ്റെ പ്രതിഫലം എന്താണ്? അതിൻ്റെ പ്രതിഫലം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ദിക്ർ ചെയ്യാൻ, അല്ലാഹുവിൻ്റെ സ്മരണ ഉയർത്താൻ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ, ദിക്ർ ചെയ്യാൻ, ഇഅ്തികാഫ് ചെയ്യാൻ, ദുറൂസുകൾ, പഠനങ്ങൾ നടത്താൻ, ഹിഫ്ളിന് വേണ്ടി, മുറാജഅകൾക്ക് വേണ്ടി മസ്ജിദുകൾ ഉപയോഗപ്പെടുകയാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഓഹരി അദ്ദേഹത്തിന് ലഭിക്കപ്പെടുകയാണ്. ആളുകൾ താമസിക്കുന്നു, പഠിക്കുന്നു, പോകുന്നു, പല തരത്തിലുള്ള ഉപകാരങ്ങൾ അതുകൊണ്ട് ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി മസ്ജിദ് കൊണ്ട് ഒരു സ്വർഗത്തിലൊരു ഭവനം പണിയുന്നു.
സദഖത്തുൻ ജാരിയ, അവനിൽ നിന്നും പൊളിക്കപ്പെടാതെ നിലക്കാതെ നിലനിൽക്കുന്ന പ്രതിഫലങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്താകട്ടെ, ആളുകൾക്ക് വേണ്ടി ഉപകാരമുള്ള നാളേക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കാര്യം ആളുകൾക്ക് വേണ്ടി ചെയ്താൽ, വഖഫ് ചെയ്യുകയാണ് ഒരു ഭൂമി ഇന്ന ഒരു കാര്യത്തിനു വേണ്ടി, ഇത് ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മരം ഇന്ന കാര്യത്തിന് വേണ്ടിയുള്ളതാണ്, വഖഫ് ചെയ്യുകയാണ്. അയാൾ എന്ത് ചെയ്യുകയാണ്? അയാൾക്ക് അതിൽ നിന്നുമുള്ള പ്രതിഫലം മരണശേഷവും അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.